ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഫേസ് കാണിച്ച വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതായത് നേരത്തെ നമ്മുടെ പ്രോഡക്റ്റ്, അതായത് ചിരട്ടുകൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ കാണിച്ചുകൊണ്ടുള്ള വീഡിയോസിനാണ് നമ്മുടെ ഫേസ് കാണിച്ച വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അന്ന് മുടി ഉണ്ടായിരുന്നു, ഇന്ന് മുടിയൊക്കെ വെട്ടിയിരിക്കുകയാണ്. അപ്പം ഗൈസ് കുറേ ചേഞ്ചൊക്കെ കാണും നിങ്ങൾക്ക്, സ്വാഭാവികമാണ്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറേ കാലമായിട്ട് നമ്മൾ ചിരട്ട തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ചിരട്ടയിൽ ഓരോ രൂപങ്ങളും, അതായത് ചിരട്ടയിൽ ഓരോ വർക്കൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ട് നമ്മുടെ വീട്ടിൽ ഇൻഡോറായിട്ടൊരു പോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു ചിലവും ഇല്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ അയ്യത്തൊക്കെ കിടക്കുന്ന പാള വെച്ച് നമുക്ക് എങ്ങനെ ഒരു പോട്ട് ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുത്തേക്കാം. അപ്പം ഈ ഫോട്ടോ കാണുന്ന പോലാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, അതായത് പാള വെച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ചിലവുമില്ല. ഞാൻ ഇതിനകത്ത് ചിലവാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് കുക്കിന് മാത്രമാണ്, അതായത് പശയ്ക്ക് മാത്രമാണ് ഞാൻ ഇതിന് ചിലവാക്കിയത്. അപ്പം പോട്ടുകൾ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർ ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞ് ലാഗടിപ്പിക്കുന്ന നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പാളയാണ്. ഇത് അയ്യത്തൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണാം. അപ്പോൾ ഞാനത് എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തേക്കുവാണ്. അപ്പോൾ നമുക്ക് പാള വേണം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ കത്രികയാണ്. ഇത് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കത്രിക വേണം. പിന്നെ വേണ്ടതെന്ന് പറയുമ്പോൾ നമുക്കൊരു ഫ്ലഷ് കുക്ക്, അതായത് ഫ്ലഷ് കുക്ക് ഒട്ടിക്കാൻ വേണ്ടിയാണ്. ഫ്ലഷ് കുക്ക് ഇല്ലെങ്കിൽ ഫെവിക്കോൾ മതി, പക്ഷേ ഫെവിക്കോൾ പെട്ടെന്ന് ഒട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലഷ് കുക്ക് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ടേപ്പിൻ്റെയൊക്കെ ബാക്കി വരുന്ന ഈ സംഭവം, ഇതില്ലെങ്കിൽ നിങ്ങൾ കുപ്പി വെട്ടി, അതായത് കുപ്പിയുടെ ചുവട് വെട്ടി വെച്ചാലും മതി. അപ്പം ഇതുണ്ടെങ്കിൽ ഇത് എടുക്കുക, അല്ലെങ്കിൽ കുപ്പിയുടെ ഇത് വെട്ടി വെച്ചാലും മതി. അപ്പം നമുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പം ഗൈസ്, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു പീസ് എടുക്കുക. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചുവട് ഉണ്ടാക്കാൻ വേണ്ടിയാണ്, അതായത് അടിവശം. അപ്പം നമ്മൾ അതിനു വേണ്ടി നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇതിനകത്താണ് നമ്മൾ വെച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം കുപ്പി ഉള്ളവരാണെങ്കിൽ കുപ്പിയുടെ ചുവട് വെട്ടിയിട്ട് ഇതുപോലെ വെട്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ വരച്ചെടുക്കുക, അതായത് താഴെവശം നമ്മൾ വരച്ചെടുക്കുക. അതിനുവേണ്ടി നമ്മൾ ഒരു പേന എടുത്തിട്ട് ഇതേ റൗണ്ടിൽ നമ്മൾ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ റൗണ്ട് വെട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിയുമ്പോൾ ഈ റൗണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇത് നമ്മൾ അടി വെക്കാനുള്ള സംഭവമാണ്. അതായത് അടിയിൽ നമ്മൾ ഈ മണ്ണിടുമ്പോൾ മണ്ണ് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ റൗണ്ടിൽ തന്നെ നമ്മൾ കത്രിക വെച്ച് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ പാളയെല്ലാം റൗണ്ട് വെട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുക. അപ്പം ഇങ്ങനെ വെച്ചൊട്ടിക്കുമ്പോൾ നമ്മളിവിടെ മണ്ണിടുമ്പോൾ താഴോട്ട് മണ്ണ് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വെച്ചൊട്ടിക്കുന്നത്. അപ്പോൾ ഈ സംഭവം, അതായത് ടേപ്പ് ബാക്കി വന്ന ഈ സംഭവം ഇല്ലെങ്കിൽ നിങ്ങൾ കുപ്പി വെട്ടുക. കുപ്പി വെട്ടിയിട്ട് പാള ഇതുപോലെ കുപ്പിയുടെ അളവിൽ റൗണ്ട് വെട്ടിയിട്ട് കുപ്പിയുടെ അടിയിൽ ഇത് ഒട്ടിച്ച് വെക്കുക. അപ്പോൾ ഇതില്ലാത്തവർ അങ്ങനെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിയുമ്പോൾ ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഫ്ലഷ് കുക്ക് വെച്ച് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ഒട്ടിച്ച് എടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ പാള താഴെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായത് വെളിയിലോട്ട് നിൽക്കുന്നതെല്ലാം കട്ട് ചെയ്ത് വേണം. അത് ഞാൻ അങ്ങനെയാണ് വെട്ടിയെടുത്തത്. കാരണം നമ്മൾ ഒട്ടിയിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വെളിയിലോട്ടിട്ട് ഒട്ടിച്ചത്. അപ്പം ഇനി നമുക്ക് ഈ വെളിയിലോട്ട് നിൽക്കുന്നതെല്ലാം കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുക്കണം, അതായത് ഈ ഷേപ്പിൻ്റെ അനുസരിച്ചാക്കി എടുക്കണം. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം.
നമ്മൾ ഇതേ അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിവിടെ ഇങ്ങനെ കാണാൻ പറ്റും പൊങ്ങിയും താങ്ങിയൊക്കെ ഇരിക്കുന്നത്. അത് നമ്മളൊന്ന് ഉരച്ച് കളയേണ്ടതായിട്ട് വരും. അതായത് വാട്ടർ പേപ്പർ ഇട്ട് ചുമ്മാ ഒന്ന് ഉരച്ചെടുക്കുക. അതായത് ഒട്ടും നമ്മൾ അടുത്ത സെഷൻ ഒട്ടിക്കുമ്പോഴും ഇതിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഒട്ടിക്കാൻ പാടായിരിക്കും. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് വാട്ടർ പേപ്പറോ അല്ലെങ്കിൽ സാൻഡ് പേപ്പറോ എല്ലാം ഇട്ട് നമ്മളൊന്നിങ്ങനെ ഒന്ന് ഉരച്ച് എടുക്കുക. അപ്പം ഗൈസ് നമ്മൾ സൈഡെല്ലാം നല്ലപോലെ ഉരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മേപ്പോട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ മേപ്പോട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പാളയാണ് ഉപയോഗിക്കുന്നത്. അതായത് പാള നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. ഇങ്ങനെ വെച്ച് നമ്മൾ പാള ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നതിനുള്ള ഗുണം നമുക്കിവിടെ ഒരു ഒരു കളർ നമുക്ക് കിട്ടും. അപ്പോൾ അത് ഒന്നുകൂടെ ഒരു രസമാണ്. അപ്പം അത് കാണാൻ ഒന്നുകൂടെ ഭംഗിയുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെച്ചൊട്ടിക്കുന്നത്. ഇങ്ങനെ വെച്ചൊട്ടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പച്ച കളർ പോലത്തെ ആ കളർ കിട്ടും. അപ്പം നിങ്ങളുടെ ഇഷ്ടപ്രകാരം, അതായത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും വെച്ചൊട്ടിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയും വെച്ചൊട്ടിക്കാം. അപ്പോൾ നമുക്ക് ഒട്ടിക്കുന്നതിന് മുമ്പേ നമുക്കൊരു അളവെടുക്കണം. അതായത് പോട്ടിന് എത്ര ഹൈറ്റ് വേണമെന്ന് നമ്മളൊന്ന് എടുക്കണം. അപ്പം നമുക്ക് പോട്ടിന് ഇവിടം വരെയെങ്കിലും ഒരു ചെറിയൊരു അളവ് വേണം, ഇവിടം വരെ. അപ്പോൾ നമുക്ക് ഇവിടം വരെ വെച്ചിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുക. നേരെ കട്ട് ചെയ്തെടുക്കുക. അപ്പം നമുക്കിനി ആ പരിപാടിയിലേക്ക് പോവാം. കുറച്ചുകൂടെ ഞാൻ നീട്ടി കണ്ടിക്കുവാണ്. നേരെ കട്ട് ചെയ്തെടുക്കുക. ഗൈസ് നമ്മൾ പാള നേരെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ച് നമ്മൾ ഫ്ലഷ് കുക്ക് വെച്ച് നല്ലപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് ഫ്ലഷ് കുക്ക് വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് ഒന്ന് ഫ്ലഷ് കുക്ക് വെച്ച് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാക്കി ഇവിടെ എന്തോ ചെയ്യുമെന്ന്. ഇവിടെ നമ്മൾ ഇത് വെച്ച് കവർ ചെയ്യുക. അതായത് പാള വെച്ച് കവർ ചെയ്യുക. ഇങ്ങനെ വെച്ച് കവർ ചെയ്യുക. അപ്പം നീളത്തിലുള്ള പാള എനിക്ക് കിട്ടാഞ്ഞ കൊണ്ടാണ് ഞാൻ 2 പീസായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നീളമുള്ള പാള കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരു പീസ് വെച്ച് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. നേരെ വെച്ചിട്ട് കറക്റ്റ് നേരെ വെച്ചിട്ട് നമുക്ക് ഫ്ലഷ് കുക്ക് കൊണ്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പം ഗൈസ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, കവർ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് പറ്റിപ്പോയ അബദ്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് രണ്ടായിട്ട്, അതായത് നീളമുള്ള പാള കിട്ടിയായിരുന്നെങ്കിൽ നമ്മൾ ഒറ്റയായിട്ട് ഒട്ടിച്ചതിനെ. പക്ഷേ രണ്ടായിട്ട് ഒട്ടിച്ചപ്പോൾ ചെറിയൊരു വ്യക്തിയുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒറ്റയായിട്ട് ഒട്ടിക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് കുറച്ച് നീളം കുറയ്ക്കേണ്ടി വരും. കാരണം നമ്മുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഷേപ്പ് ഇല്ലാതാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നീളം കുറച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇത്രയെങ്കിലും നീളം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടെ രസം തോന്നും. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഗൈസ് നമ്മൾ വെട്ടി നീളം കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വല്ലാതെ വെട്ടിയപ്പോൾ ഇങ്ങനെ നൂല് പോലൊക്കെ വന്നിട്ടുണ്ട്. അത് നമുക്ക് സാൻഡ് പേപ്പർ വെച്ച് നല്ലപോലെ ഒന്ന് ഉരച്ചെടുക്കാം. റൗണ്ടിൽ നമുക്കൊന്ന് ഉരച്ചെടുക്കാം. നമ്മൾ മണ്ടവശമെല്ലാം നല്ലപോലെ ഒന്ന് ഉരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ എല്ലാം വാർണിഷ് അടിക്കണം. വാർണിഷ് അടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു നീണ്ടു നിൽക്കാനും വേണ്ടി, അതായത് കുറേ കാലം നിൽക്കാനും വേണ്ടി, പിന്നെ ഒരു ഭംഗി തോന്നിക്കാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു വാർണിഷാണ് എടുത്തിരിക്കുന്നത്. അതായത് ഇതേ ഒരു വാർണിഷ് വേണമെന്നില്ല, ഏതെങ്കിലും വാർണിഷ് ആയാലും മതി. അപ്പോൾ ഇത് നമ്മളിന്ന് ഇവിടെ എല്ലാം ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പം ഗൈസ് നമ്മൾ വാർണിഷൊക്കെ അടിച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നീളം കുറച്ചിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് വാർണിഷ് അടിച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മണ്ണ് നിറയ്ക്കുക, പിന്നെ ചെടി നടുക. നിങ്ങൾക്ക് ഏതാണ് ചെടി നടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടി നടുക. അപ്പം നമുക്കിതിനകത്ത് മണ്ണ് നിറച്ചിട്ട് ചെടി നടാം. അപ്പം ഗൈസ് നമ്മൾ ഇതിനകത്ത് ചെടിയും മണ്ണും എല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് പോട്ട്. അതായത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഒരു ചിലവുമില്ലാതെ നമുക്ക് ചെയ്ത് വെറൈറ്റി ഒരു പോട്ട്, നമുക്ക് ഇൻഡോർ പോട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇതിനകത്ത് ചെടിയൊക്കെ നട്ടെടുത്തിട്ടുണ്ട്.
അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കഴിയുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിച്ചേക്കുക. കാരണം ഞാൻ എന്നും ഈ ചിരട്ട ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കും ഒരു ബോറടി തോന്നുന്നുണ്ട്. ഇപ്പം ചിരട്ട ചെയ്യുന്നതിൽ എനിക്കും ഒരു ബോറടി തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ബോറടിക്കുന്നെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഉപയോഗമുള്ള വീഡിയോസൊക്കെ, അതായത് നമ്മുടെ വേസ്റ്റ് കളയുന്ന സാധനം വെച്ച് നമുക്ക് ഉപയോഗമുള്ള സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ കമൻറ്റായിട്ടൊന്ന് അറിയിച്ചേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതിനെപ്പറ്റി എന്താ അഭിപ്രായം നിർദ്ദേശമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിച്ചേക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മുടെ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബോണി വെന്നി ബിഗ് സൈനിങ് ഔട്ട്. ബൈ.